നമ്മുടെ ഈ ജീവിതത്തിലുണ്ടല്ലോ നമുക്ക് ആരോടും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ആരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത ചില മാനസികാവസ്ഥകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകും കേട്ടോ. അതിപ്പോൾ മറ്റുള്ളവരോട് നമ്മൾ പറഞ്ഞത് കൊണ്ടൊന്നും അതിനൊരു മാറ്റം വരാൻ പോണില്ല എന്നുള്ളതാണ്. ശരിക്കും നമ്മളായിട്ട് തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലും പഠിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. പക്ഷെ നമ്മളെ ജീവിതത്തെ ബാധിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം എന്ന് മാത്രം. എൻ്റെ വാപ്പച്ചി എന്നെ പണ്ട് മുതലേ നിത്യവിദ്യാർത്ഥിനി എന്ന് വിളിച്ച് കളിയാക്കും. അന്ന് എനിക്ക് ദേഷ്യം വരുമെങ്കിലും ഇപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് സത്യമാണെന്ന് കേട്ടോ. കളറുകളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഞാൻ വെറുതെ യൂട്യൂബിൽ നോക്കിയിട്ട് വരച്ച ഒരു കുറച്ച് പെയിൻറ്റിങ്ങാണിത്. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഡ്രോയിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തു കേട്ടോ. അപ്പോൾ അവിടുത്തെ മാഷ് നമ്മളൊരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ എപ്പോഴും ഓരോ പരിപാടിക്ക് വിളിക്കും. എനിക്ക് ഒരിക്കലും നമ്മുടെ ഒരു സാഹചര്യം വെച്ച് പോകാൻ പറ്റാറില്ല. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു പരിപാടിക്കാണ് കേട്ടോ പോണത്. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ മാഷ്. ആ ചിരി ആളെ ആരും ചിരിക്കണം അയാൾ കൂടി അയാൾക്ക് കിട്ടുന്നവർക്ക് അതുകൊണ്ട് കയ്യടിക്കും. നമ്മൾ കയ്യടിച്ചാൽ നമുക്ക് ഗുണം ചെയ്യും. നമ്മൾ ഇരിക്കുന്ന മൂടിയിൽ മാറി 10 മുടി സാധിക്കും. അപ്പം എല്ലാവരും കയ്യടിച്ചേ. അപ്പോൾ മാഷിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര പേടിയുള്ള കുട്ടിയാണെങ്കിൽ പോലും അവരുടെ കൂടെ നിന്ന് അവർക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്ത് കണ്ടോ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും കേട്ടോ മാഷ്. ഭയങ്കര ഒരു സ്നേഹവും പരിഗണനയും കൊടുക്കുന്നൊരു മനുഷ്യൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ കുറച്ച് പാട്ടൊക്കെ ചേട്ടന്മാർ പാടി. ഇനി ഞാനും അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ 2 വരി പാടി കേട്ടോ. ആദ്യം ഒന്ന് വിറച്ചൊക്കെ പോയെങ്കിലും പിന്നെ ശരി. പിന്നെ കേക്കൊക്കെ മുറിച്ച് അവിടെ ലഡുവും മിഠായിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എളിമയേറിയൊരു മനുഷ്യൻ്റെ എളിമയേറിയ പ്രോഗ്രാം അടിപൊളിയായിരുന്നു. നമ്മൾ ഭക്ഷണം കഴിക്കാതെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനുള്ളൊരു ഇതിൽ ഓടിയത് കൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് പതുക്കെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സമയം 4 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എന്നും വീട്ടിലെ പണികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ, അതായത് പ്രത്യേകിച്ച് എന്നെപ്പോലെ മക്കൾ കൂടെ ഇല്ലാത്തവരാണെങ്കിൽ പറയുകയും വേണ്ട, വല്ലാത്തൊരു മാനസികാവസ്ഥയിലോട്ട് നമ്മൾ പോവും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരാൻ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി ഒരു എന്തെങ്കിലുമൊക്കെ പഠിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്കൊക്കെ ഉണ്ട് ഒരു മണിക്കൂറെങ്കിലും പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് ഫ്രഷ് ആവുന്നത് എപ്പോഴും നല്ലതാണ്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു.